അങ്ങനെ അവസാനം ഇന്ത്യയുടെ പരമോന്നത കോടതിക്ക് ചെവി ഉണ്ടായിരിക്കുന്നു, കണ്ണുണ്ടായിരിക്കുന്നു. കണ്ണ് തുറന്ന് കാണാനും ചെവി തുറന്ന് കേൾക്കാനും തയ്യാറായിരിക്കുന്നു. ഇതൊന്നും തങ്ങളുടെ പരിഗണനാ വിഷയമല്ല. ദൃശ്യങ്ങൾ, ഈ അക്രമം നടത്തുന്ന ദൃശ്യങ്ങൾ തങ്ങൾക്ക് ബാധകമല്ല, ഇതൊന്നും കാണാൻ സമയം കളയാൻ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ അതേ ന്യായാധിപനാണ് അല്ലെങ്കിൽ ബെഞ്ചാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഓരോരോ അക്രമ സംഭവങ്ങളും പ്രത്യേകമായി അന്വേഷിക്കണം. അതിന് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുകയാണ്. കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഇവിടെ നടന്ന CJP പ്രക്ഷോഭത്തിന് നേരെ നടന്ന അടിച്ചമർത്തലുകൾ അല്ലെങ്കിൽ പോലീസ് അട്രോസിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിയമവാഴ്ച ഉറപ്പാക്കാൻ കോടതി ആത്മാർത്ഥമായി ഒരു ശ്രമം നടത്തുന്നു എന്ന് തോന്നാം. അത് ശരിയുമാണ്. യഥാർത്ഥത്തിൽ നോക്കൂ, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു പ്രതിഷേധ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ സോഷ്യൽ കൂട്ടായ്മ, സാമൂഹിക കൂട്ടായ്മ രംഗത്ത് വന്നത് തന്നെ ഒരു വിശാല അർത്ഥത്തിൽ സിസ്റ്റത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാളിച്ച, അത് എക്സിക്യൂട്ടീവ് തലത്തിലും ലെജിസ്ലേറ്റീവ് തലത്തിലും ജുഡീഷ്യൽ തലത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോരായ്മകളെ ജനമധ്യത്തിൽ തുറന്നു കാട്ടാനും അങ്ങനെ ഒരു ഭയരഹിതമായ ഒരു തലമുറയെ കൊണ്ടുവരിക, ആ ഒരു ശബ്ദം കേൾപ്പിക്കുക, രാജ്യത്തെ ഒരു ഭയരഹിത തലമുറയുടെ, അതായത് ജൻസി തലമുറയുടെ ശബ്ദം വ്യക്തമായി കേൾപ്പിക്കുക. അതിൽ CJP വിജയിച്ചു. അതിൽ യാതൊരു സംശയവുമില്ല. വിമർശിക്കുന്നവർ പോലും പറയില്ല CJPയുടെ വിജയമാണ് ഇതെന്ന് പറയില്ല, വിജയമല്ല എന്ന് ഒരിക്കലും പറയില്ല. അപ്പം ഇവിടെ ഉയരുന്നത് ഒരു ചിത്രമുണ്ട്, ഒരു ലാർജർ പിക്ചറുണ്ട്. അത് കാണാതെ പോകരുത് ശ്രീമതി മാധു. അതായത് ഒരു പുതിയ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ് ഇന്ത്യയിൽ. ഒരു രാഷ്ട്രീയ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ്. പൊതുവേ നമ്മൾ പറയും അരാഷ്ട്രീയ കൂട്ടായ്മയാണ് CJP അല്ലെങ്കിൽ അരാഷ്ട്രീയ കൂട്ടായ്മയാണ് ഈ പാറ്റാക്കൂട്ടം. അല്ല, വ്യക്തമായ രാഷ്ട്രീയം അവർക്കുണ്ട്. അംബേദ്കറൈറ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു സ്ഫുലിംഗം അവിടെ ഞാൻ കണ്ടു. അതുപോലെ തന്നെ അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ, ഒരു ജാതിയുമില്ല, ഒരു മതവുമില്ല. ജാതിക്കും മതത്തിനും വംശത്തിനും വർണ്ണത്തിനും ഭാഷയ്ക്കും അതീതമായി ഉയരുന്ന ഒരു നവദേശീയതയുണ്ട്, ഒരു പുതിയ ദേശീയതയുണ്ട്. അത് BJP കാണുന്ന തരത്തിലുള്ള ദേശീയതയല്ല, കോൺഗ്രസ് മുന്നോട്ട് വെച്ച ദേശീയതയല്ല. യുവജനങ്ങൾ കാണുന്ന ഒരു യഥാർത്ഥ ഇന്ത്യയുണ്ട്. ആ ശബ്ദമാണ്. ആ ശബ്ദത്തെ അടിച്ചമർത്താൻ സർക്കാർ ഉപയോഗിച്ച മാർഗങ്ങൾ അത് സ്വാഭാവികമാണ്. ഇതൊരു ഐഡിയോളജിക്കൽ ടേൺ അതിനുണ്ടായിരിക്കുന്നു. അതിനൊരു ലീഡർഷിപ്പില്ല, കൃത്യമായ ലീഡർഷിപ്പില്ല, ചിതർ നിൽക്കുന്ന ലീഡർഷിപ്പാണ്, സംഘടനാ സംവിധാനമില്ല. പക്ഷേ അതിൽ ഇടത് കക്ഷികൾ പങ്കാളികളാണ്. അതിൽ ഐസ, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ, JNUവിലൊക്കെ വളരെ സജീവമായ CPI-MLന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ഐസ വളരെ സജീവമാണ്. ഐസയുടെ പ്രവർത്തകൻ തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐഷി ഘോഷ് ഇപ്പോൾ SFIയുടെ നേതാവാണ്.